ശരീരത്തിന് റാഹത്തെടുത്തുകൊണ്ട് ഇൽമ് വാങ്ങാനും ഇൽമിനെ വഴങ്ങാനും ഒരിക്കലും സാധ്യമല്ല. ഇൽമ് വഴങ്ങണമെങ്കിൽ, ഇൽമ് ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ശരീരത്തെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് വിഷമിപ്പിക്കുകയും അതിനായി അയാൾ സമർപ്പിതനാവുകയും വേണം. കിട്ടിയ ഇൽമ് കൊണ്ട് പൊരുത്തപ്പെട്ട് പഠിച്ചതൊക്കെ പഠിച്ച് പിന്നെ പുതിയതൊന്നും പഠിക്കില്ല എന്ന് പറഞ്ഞില്ലേ, ആ രീതിയിൽ പിന്നെ പഠിക്കാൻ ഒരു അന്വേഷണത്തിനും തിരിയാതെ കിട്ടിയത് കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ട് അറിവ് കിട്ടാനും അറിവാളനാകാനും പറ്റും എന്ന് മനസ്സിലാവുകയും ബോധ്യപ്പെടുകയും. അതെങ്ങനെയാണ് മനസ്സിലാകുക? അത് മനസ്സിലാകുന്നത് ഇമാമുകൾ വിവരിക്കുന്നത് നല്ല ഗുണകാംക്ഷിയായ ഗുരുവിനെ കിട്ടുക, അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുന്നതൊക്കെ മനസ്സിലാകുക, തിരിയുക. അങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ട് എന്ന് കണ്ടാൽ അയാൾക്ക് ഇൽമു വഴങ്ങും, അയാൾ അറിവാളനായി മാറും. കഠിനാധ്വാനം ചെയ്താൽ അയാൾക്ക് ഇൽമു കിട്ടും. റാഹത്ത് കൊണ്ടൊരിക്കലും ഇൽമു നേടാൻ കഴിയില്ല. മഹാനായ മുഹദ്ദിസീങ്ങളിൽപ്പെട്ട യഹ്യ ഇബ്നു അബീ കസീർ എന്നവർ, താബിഈങ്ങളിൽപ്പെട്ട യഹ്യ ഇബ്നു അബീ കസീർ എന്നവർ പറഞ്ഞ ഒരു വാചകമുണ്ട്, ലാ യുസ്തതാഉൽ ഇൽമു ബിറാഹത്തിൽ ജിസ്മ്. സ്വഹീഹ് മുസ്ലിം നിവേദനം ചെയ്തിട്ടുള്ള വാചകമാണിത്. ശരീരത്തിന് റാഹത്തെടുത്തുകൊണ്ട് ഇൽമ് വാങ്ങാനും ഇൽമിനെ വഴങ്ങാനും ഒരിക്കലും സാധ്യമല്ല. ഇൽമ് വഴങ്ങണമെങ്കിൽ, ഇൽമ് ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ശരീരത്തെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് വിഷമിപ്പിക്കുകയും അതിനായി അയാൾ സമർപ്പിതനാവുകയും വേണം. സമർപ്പിതരാകാത്തവർക്കൊന്നും ഇൽമ് ലഭ്യമല്ല. അങ്ങനെ സമർപ്പിതരാകാനും പരിശ്രമിച്ചുകൊണ്ട് ഇൽമിനെ വളർത്താനും ശ്രമിക്കാതെ ഒരാൾ നിന്നാൽ ഫയുദീഉ നഫ്സ, അയാൾ അയാളുടെ നഫ്സിനെ പാഴാക്കി കളയുക, വൃഥാവിലാക്കി കളയുക, വെറുതെയാക്കി കളയുക. കിട്ടിയ ഒന്ന് അതതിൻ്റെ വഴിക്ക് ചെലവഴിക്കാതെ അതിനെ അങ്ങനെ തന്നെ ഇടുക എന്നാണ് ഈ പറഞ്ഞ സാധാരണ ഈ വാചകത്തിൻ്റെ അർത്ഥം. ഇതനുസരിച്ച് തികച്ചു പഠിക്കാനും കൂടുതൽ പഠിക്കാനും മെനക്കെടാതിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും യോജിപ്പല്ല എന്നാണ് ഒന്നിൻ്റെ അർത്ഥം.